സൈബർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുജീബ് ലണ്ടൻ. സമസ്ത മുജാഹിദ് സലഫി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി എല്ലാവരും നരകത്തിലെന്ന് വിഘടിത വിഭാഗം നേതാവ് കൂറത്തങ്ങൾ. വാർത്തകൾ വിശദമായി. ഷംസുലുലമയെ കഫറയെന്നും നാട്ടിക ഉസ്താദ് മരിക്കുമ്പോൾ നാവ് ചുരുങ്ങിയെന്നും വിദ്യാഭ്യാസ മന്ത്രിയോട് അന്റെ ബാപ്പാന്റെതാണോടോ സ്കൂൾ എന്നും ചോദിച്ച കറുവന്തുരുത്തി കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ കൂറത്തങ്ങളാണ് പുതിയ വിവാദ നായകൻ. സമസ്ത മുജാഹിദ് സലഫി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി സുന്നിയല്ലാത്ത എല്ലാ വിഭാഗവും നരകത്തിലാണ് എന്നും വിഘടിത വിഭാഗമാണ് യഥാർത്ഥ സുന്നിയെന്നും കാന്തപുരത്തെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ നല്ല സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പരിഹസിച്ച്, എടാ മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ സ്വർഗം കാണുമെന്ന്? എന്നാ കാണാല നമുക്ക് ഇൻഷാ അള്ളാ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതുപോലെ എല്ലാ വിഭാഗത്തെയും മഹ്ശറയിൽ വെച്ച് കാണാമെന്ന് വെല്ലുവിളിച്ച കൂറത്തങ്ങൾ വിഘടിത അനുയായികൾക്ക് മഹ്ശറയിൽ നിന്ന് AP വിളിച്ചില്ലെങ്കിലും എല്ലാവരെയും ഞാൻ വിളിക്കുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. കൂറത്തങ്ങളുടെ വാക്കുകളിലേക്ക്. പിന്നെ മുജാഹിദ് സലഫി പിന്നെ പറയേണ്ടിയില്ലല്ലോ, അത് ഏതാനും നരകം തന്നെ. സുന്നിയല്ലാത്ത വേറെ ഏത് പാർട്ടിയായാലും ശരി, സലഫി, മുജാഹിദ്, അതുപോലെ തന്നെ തബ്ലീഗ്, അതുപോലെ KFT. ഒരു FT ഉണ്ട് റബ്ബാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ രക്ഷപ്പെടുന്നു? അതിനെ കാണാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. മക്കളെ, നിങ്ങൾ രാഷ്ട്രീയം കയ്യിൽ പിടിച്ചതുകൊണ്ട് ദുനിയാവും ഖബറും മഹ്ശറും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. പിന്നെന്തിനുകൾ മൂസാക്കും ഖുർആനിൽ വേണം? എന്തിന് പള്ളി ഉണ്ടാക്കണം? എനിക്കും നിനക്കും തോന്നിയ ദിവസം നടന്നാൽ മതിയില്ല ഇവിടെ. മുജാഹിദ് സലഫി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി സുന്നിയല്ലാത്ത എല്ലാ വിഭാഗവും നരകത്തിലാണ് എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ രക്ഷപ്പെടുന്നു എന്ന കാണാല്ല ഇൻഷാ അള്ളാ എന്ന് വെല്ലുവിളിക്കുകയും ദുനിയാവും ഖബറും മഹ്ശറയും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ എന്നും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല എന്നും പറഞ്ഞ കൂറത്തങ്ങൾ കാന്തപുരത്തെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ നല്ല സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പരിഹസിച്ച്, എടാ മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ സ്വർഗം കാണുമെന്ന്? എന്നാ കാണാല നമുക്ക് ഇൻഷാ അള്ളാ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അതുപോലെ എല്ലാ വിഭാഗത്തെയും മഹ്ശറയിൽ വെച്ച് കാണാമെന്ന് വെല്ലുവിളിച്ച കൂറത്തങ്ങൾ വിഘടിത അനുയായികൾക്ക് മഹ്ശറയിൽ നിന്ന് AP വിളിച്ചില്ലെങ്കിലും എല്ലാവരെയും ഞാൻ വിളിക്കുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. കൂറത്തങ്ങളുടെ വാക്കുകളിലേക്ക്. പേടിക്കേ വേണ്ട, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ മഹ്ശറയിൽ വെച്ച് പിടിക്കും. AP ഉസ്താദ് വിളിച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കും, ഉറപ്പാ. എനിക്ക് കാണും, എല്ലാത്തിനെയും പിടിക്കും ഇൻഷാ അല്ലാഹ്. AP ഉസ്താദ് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലേ, അത് നല്ല സ്വർഗത്തിന്റെ അവകാശമാണ്. എടാ മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ സ്വർഗം കാണുമെന്ന്? എന്നാ കാണാലേ നമുക്ക് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ രണ്ടു കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് വിശ്വസ്തരാവരുത് എന്ന് പഠിപ്പിച്ച ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസത്തെ മറികടന്നുകൊണ്ടാണ് വിഘടിത വിഭാഗം നേതാവ് പ്രസംഗിച്ചത്. ഞാൻ ശഫാഅത്തിന്റെ അധികാരസ്ഥനാണ് എന്നും എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എന്നിൽ നിക്ഷിപ്തമാണ് എന്നും വിഘടിത വിഭാഗം അനുയായികളെ തെറ്റിദ്ധരിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര എന്ന പദവിയെ ചൂഷണം ചെയ്യുകയുമാണ് വിഘടിത വിഭാഗം നേതാവ് ചെയ്തത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.